ഒന്ന് വനിതാ സംവരണം നടപ്പാക്കുന്നതിനോടോ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ പാർലമെൻറ്റിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനോടോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് എതിർപ്പുണ്ടാകേണ്ടുന്ന സാഹചര്യമേ ഇല്ല എന്ന് നമ്മൾ ആദ്യം കാണണം. അതായത് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സന്തോഷമേ ഉണ്ടാകും അവരവരുടെ കൂടുതൽ ആളുകളെ സഭയിലേക്ക് എത്തിക്കാൻ. കൂടുതൽ ആളുകൾ ഇരിക്കുന്നൊരു പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 20 ലോക്സഭാ സീറ്റുകളുള്ളിടത്ത് 30 ലോക്സഭാ സീറ്റുകളാകുന്നതിൽ ഏത് പാർട്ടിക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക? കേരളത്തിൽ ഈ 140 നിയമസഭാ മണ്ഡലങ്ങൾ 210 ആകുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടുതൽ ആർക്കാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക? അവർക്ക് കൂടുതൽ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റും, കൂടുതൽ ആളുകളെ വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ആർക്കും എതിർപ്പുണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഈ വനിതാ സംവരണം എന്നതിനോട് എന്തിനാണ് പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നത്? ഇപ്പോൾ BJPയുടെ ഒരു MLA പോലും ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ ഈ കേരളം. പക്ഷേ ഇവിടെയല്ലേ 33% സംവരണം ആദ്യവും പിന്നീട് 50% ആക്കിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും നോക്കിയാൽ ഒരുപാട് സ്ത്രീകളുടെ പോസ്റ്ററുകൾ നമ്മൾ കാണും. അപ്പോൾ സന്തോഷത്തോടെ ഇവിടെ സംവരണം നടപ്പാക്കിയിട്ടുണ്ട്. ആരാണ് ഇവിടെ? CPM-ഉം CPI-യും അടങ്ങുന്ന LDF-ഉം കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDF അല്ലേ ഇവിടെ ഭരിക്കുന്നവരാണ്. BJP ഉണ്ടോ? അപ്പോൾ ഇവിടുത്തെ ദേശീയ തലത്തിലെ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള CPM-ഉം CPI-യും കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ സന്തോഷത്തോടെ അവിടെ വനിതാ സംവരണം നടപ്പാക്കിയില്ല. അപ്പോൾ വനിതാ സംവരണത്തോട് ഏതെങ്കിലും കക്ഷികൾക്ക് എതിർപ്പുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതേയില്ല. ഡീലിമിറ്റേഷനോട് ഞാനിപ്പോൾ പറഞ്ഞ കാരണം കൊണ്ട് ആർക്കെങ്കിലും എതിർപ്പുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതേയില്ല. അപ്പോൾ ആളുകളെ പറ്റിക്കാൻ അതിസാമർഥ്യം കാണിക്കുകയാണ് ഈ ഭരണപക്ഷം. പ്രധാനമന്ത്രി നിങ്ങൾ വനിതാ സംവരണത്തെ എതിർത്താൽ സ്ത്രീകളുടെ ആൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കും കേട്ടോ എന്നൊക്കെ പറയുന്നത് ഈ അതിസാമർഥ്യ പ്രകടനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ശ്യാമിലി നടക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതായത് എന്തിനാണ് വനിതാ സംവരണം? ഇപ്പോൾ വനിതാ സംവരണം നടപ്പാക്കുന്നത് യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ നടപ്പാക്കുന്ന ഒരു കവറാണ് ആയിട്ടാണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം വനിതാ സംവരണം ഡീലിമിറ്റേഷൻ നടപ്പാക്കുകയാണെങ്കിൽ 2031 ഈ സെൻസസ് എല്ലാം പൂർത്തിയായിട്ട് ആ ഘട്ടത്തിൽ മാത്രമേ ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാലാണ് കൃത്യമായിട്ടുള്ള ജനസംഖ്യാനുപാതികമായിട്ട് ഇപ്പോൾ എത്ര ജനസംഖ്യയുണ്ടെന്ന് കൃത്യമായിട്ട് സെൻസസിലൂടെ മനസ്സിലാക്കി സെൻസസ് പൂർത്തിയാക്കി അതിനുശേഷം ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാലാണ് അത് ശരിയായ ഡീലിമിറ്റേഷൻ ആവുക. പക്ഷേ അത് സംഭവിക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുന്ന എന്തിനാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. 2029 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിൻ്റെ ആനുകൂല്യം, ഇതിൻ്റെ ലാഭം ഈ BJPക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് എടുക്കണം. ഇതിൻ്റെ ലാഭം സമ്പൂർണ്ണമായിട്ടും അവർക്കാണ് ഉണ്ടാവുക എന്ന കാര്യം ഇതിനകം തന്നെ ഈ എതിർ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലൂടെ നമുക്ക് വ്യക്തമാണ്. കാരണം എന്താണ്? അതായത് അവരുടെ രാഷ്ട്രീയത്തിന് വലിയ ശക്തിയുള്ള സംസ്ഥാനങ്ങളിലാണ്, ഉത്തർപ്രദേശ് അടക്കമുള്ള ഈ ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റെണ്ണം ഉയരുക. അവരുടെ രാഷ്ട്രീയത്തെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന ഈ തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും സീറ്റെണ്ണം കുറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 2029 നടപ്പാക്കിയാൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനസംഖ്യാനുപാതികമായിട്ട് ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാൽ കൂടുതൽ സീറ്റുകൾ ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ബെൽറ്റിൽ BJPക്ക് സമാഹരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ദീർഘകാലത്തേക്ക് BJP മാത്രം ഭരിക്കുന്നൊരു സീന് മുന്നിൽ കാണുകയാണ് അവർ. അതാണ് അവരുടെ പ്രതീക്ഷ.